സ്പാർക്ക് 11 അഥാണിപ്പടി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഫീൽഡർക്കുള്ള മെമ്മന്റോ സ്പോൺസർ ചെയ്യുന്നു. എവർട്ടൺ പുറത്തൂർ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർക്കുള്ള മെമ്മന്റോ സ്പോൺസർ ചെയ്യുന്നു. മാച്ച് തുടങ്ങുന്നു. സച്ചിയിലൂടെ ആദ്യ ഓവറിൽ ബബ്ലു. First ball is a struggle. Now wide single. Now we are moving to the first quarter final match. വലിയ പ്രൈസുമായി സംഘടിപ്പിച്ച ടൂർണമെന്റ് ഇന്ന് കലാശ പോരാട്ടം. Thrilling moment. Now is that the second one. I think legal delivery first one into the corner. Ramesh here. കൈവിട്ട കളികളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ടൂർണമെന്റ് തന്നെ മനോഹരമാക്കിയ പിക് ബാക്ക് ഹോളിഡേയ്സ്. സജി അലത്തിയൂർ. കാലങ്ങളുടെ ചരിത്രമുണ്ട് അലത്തിയൂരിന്റെ മണ്ണിൽ ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിച്ച താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വലിയ വലിയ സ്റ്റേജുകളിൽ വലിയ വേദികളിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം അത്ര പ്രാപ്യമാവുന്നതിന് മുമ്പേ തന്നെ ക്രിക്കറ്റിനെ കൊണ്ടു നടന്ന അലത്തിയൂർ. അവശേഷിക്കുന്ന താരങ്ങളിൽ ഒന്ന് സജി. 3 balls, 5 runs in first in progress. A shot. Indiana, the fielder underneath. Oh my goodness. ചെറിയ പിഴവുകൾക്ക് വലിയ വില നൽകേണ്ടി വരും. ഇത് ക്വാർട്ടർ ഫൈനൽ മാച്ചാണ്. A shot. Indiana, the fielder underneath. സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെത്തിയ 16 ടീമുകളിലേക്ക് മാറിയപ്പോൾ 8 നിന്ന് 4 ചെറിയ പിഴവുകൾ വലിയ വില നൽകേണ്ടി 6 റൺസ് സ്കോറിൽ ലാസ്റ്റ് 2. Just an excellent delivery again. Bablu moving to the last ball. And Bablu, finishing his job very fantastic. Then end of the first over, 7 runs. ടൂർണമെന്റിന് ആവശ്യമായ രീതിയിലേക്ക് തന്നെ ഈ ഒരു മത്സരം നോക്കൌട്ട് മാച്ചിനെ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ഓവറിൽ 7 റൺസിലൂടെ തുടങ്ങാൻ സാധിക്കുന്നു. 7 runs in first over and we are moving to the next over, over number 2. Real one is next quarter final between Vinesh Kottakkal versus Maitri Friends Mangalam. I would like to invite captain of Vinesh Kottakkal, captain of Maitri Friends Mangalam. Please come for toss. We are moving to the next over. Ramesh pick up the ball for the team Pick Back Holidays. സമകാലിക ക്രിക്കറ്റ് പ്രേമികൾക്ക് മൈലാഞ്ചി പ്രസൻസിന്റെ മിറാക്കിൾ കപ്പിലേക്ക് സ്വാഗതം. ഒരു ഓവറും ഒരു ബോളും 7 റൺസിലേക്ക് ഹോളിഡേയ്സിന്റെ കപ്പടിക്കാൻ പിക് ബാക്ക് ഹോളിഡേയ്സ്. സ്പാർക്ക് 11 അഥാണിപ്പടി. Then another top quality delivery. സിക്സറുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശം മാത്രം 6 തുടങ്ങി വെച്ച് 2 പന്തുകൾ കൊണ്ട് സാധിക്കുന്നു. സജി അലത്തിയൂർ ഇടത് തരംഗം സൃഷ്ടിക്കുന്ന 2 താരങ്ങളാണ്. ഇടംകയ്യൻ സജി, ഇടംകയ്യൻ റമീസ്. സ്പാർക്ക് ആൻഡ് പിക് ബാക്ക്. Then ball number 3 against Saji Alathiur.
രമേശ് R6 കുറ്റിതുറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മലപ്പുറത്തിന്റെ മണ്ണുകൾ രാജകീയ പ്രൗഢിയോടുകൂടി കേരളത്തിനകത്തു നിന്ന് പുറത്തേക്ക് പറന്നു പോയപ്പോൾ രമേശ് R6ന്റെ ചിറകുകൾക്ക് അതിന് ഒരുപാട് നിരവധി ഗ്രൗണ്ടുകളിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മൈലാഞ്ചി പ്രസൻസിലും അത് പ്രൂവ് ചെയ്യുന്ന മിറാക്കിൾ കപ്പിൽ ഇന്നലകളുടെ മത്സരത്തിന് എഴുതി ചുരുട്ടി കടലാസാക്കി മാറ്റിയപ്പോൾ അതിനെ വീണ്ടും അയൺ ചെയ്തുകൊണ്ട് പിക്ക് ബാക്ക് ഹോളിഡേയ്സ് എവിടെയും പോയിട്ടില്ല, ഇന്നും ഉണ്ടാകുമെന്ന് കാണിച്ചു തന്നത് രമേശ് R6ന്റെ കളിയുടെ മികവിൽ തന്നെയായിരുന്നു. യെസ്, ഇവിടെയാണ് യാസിർ പാപ്പീലിയോയുടെ പ്രശസ്തി. ഇടവേളകൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കപ്പടിച്ചിട്ട് അല്ലെങ്കിൽ ടൂർണമെന്റിൽ തന്റെ സിഗ്നേച്ചർ നൽകിയിട്ട് യാസിർ പാപ്പീലിയോ ഓപ്പണേഴ്സിന്റെ ശേഷം വൺ ഡൗൺ ആയി വളരെ നേരത്തെ തന്നെ സ്പാക്കിൽ ബന്നത്താണി പടിക്ക് വേണ്ടി ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജേഴ്സി നമ്പർ 17 എത്തുന്നു. യാസിർ പാപ്പീലിയോ അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പറിനെ തന്നെ റെസ്പെക്ട് ചെയ്യുകയാണ്. ദക്ഷിണാഫ്രിക്കൻ കരിയറിലെ എബി ഡിവില്ലേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന ജേഴ്സി നമ്പർ പാപ്പീലിയോ. വിനോയ് കൃഷ്ണൻ. ഇത് ചാമ്പ്യന്മാരുടെ പോരാട്ടം, ചാമ്പ്യനാവാനുള്ള പോരാട്ടം. സജിയാലത്തിയോർ വീടിടത്തേക്ക് സിംഹാസനത്തിന്റെ പടവുകൾ കയറിയ താരം വിനോയ് കൃഷ്ണൻ. വിനോയ് കൃഷ്ണൻ ബ്രേക്ക് ത്രൂ നൽകി R6ന്റെ നെഞ്ചത്തിട്ടൊന്ന് കൊട്ടിയിട്ട് തുടങ്ങാം. This is a speciality of the batter. പോരാട്ടം, ചാമ്പ്യനാവാനുള്ള പോരാട്ടം. വിനോയ് കൃഷ്ണൻ ഹാമറിന് ഹാമർ, പഞ്ചിന് പഞ്ച്, ഹിറ്റിന് ഹിറ്റ്. വിനോയ് കൃഷ്ണൻ. എൻഡ് ഓഫ് ഓവർ നമ്പർ 2. 9 റൺസ് രണ്ടാമത്തെ ഓവറിൽ നേടി 16 റൺസുമായി ആദ്യ 2 ഓവർ സമാപിക്കുന്ന ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സ്പാക്ക്. സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മാച്ച് വിനേഷ് കോട്ടക്കൽ വേഴ്സസ് മൈത്രി മംഗലം. ഈ ടൂർണമെന്റിൽ ഏറ്റവും നന്നായി പന്തെറിയുന്ന താരത്തിലുള്ള മെമന്റോ സ്പോൺസർ ചെയ്തത് ഫോർ ലൈഫ് ജിം. ടൂർണമെന്റിലെ ഫൈനലിലെ ഗെയിം ചേഞ്ചർക്കും ഫൈനലിലെ ബെസ്റ്റ് പെർഫോമർക്കും ഉമ്മാന്റെ വീട് ആലിങ്ങൽ ടൂർണമെന്റുമായി എപ്പോഴും സഹകരിച്ച സ്ഥാപനം ഓർമ്മയോടെ തന്നെ നിങ്ങളെ സ്മരിക്കുന്നു. ഈ ടൂർണമെന്റിലെ ഫൈനൽ മാൻ ഓഫ് ദ മാച്ചിന് 24 ബേക്കറി മംഗലം നല്ല ഒരു ഉപഹാരം സമ്മാനമായി തന്നിട്ടുണ്ട്. മൂന്നാം ഓവറിലേക്ക് മത്സരം. സ്പാക്ക് 11 അഥാണിപ്പടി 16 for 1. ഷോട്ട് വിനോയ് കൃഷ്ണൻ. മലപ്പുറം മൈതാനങ്ങളിൽ, മലപ്പുറത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മൈതാനങ്ങളിൽ ക്രിക്കറ്റിന്റെ വീരചരിതം സൃഷ്ടിക്കുന്ന പുതിയ പേരായി വിനോയ് കൃഷ്ണൻ മാറുന്നു. മാത്രം ഫോക്കസ് ചെയ്തവർക്ക് തെറ്റിപ്പോകുന്നു. Here now Vinay Krishnan, the superstar, become a fantastic shot. Trying for big again. What is extreme change of length and change of delivery style. And another quality is hack. ആദ്യ ബോളിൽ അടി കിട്ടിയെങ്കിൽ അടുത്ത ബോളിനെ തന്നെ മാറ്റിമറിച്ച് അടുത്തൊരു നല്ല പന്തെറിയാനും സാധിക്കുന്നു ഇസ്ഹാക്കിന്. ഇവിടെയാണ് ഒരു ക്രിക്കറ്റ്, ലിമിറ്റഡ് ക്രിക്കറ്റിൽ ആവശ്യമായ ബോളർ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണമെന്ന് കാണിക്കുന്നത്. പോയ ബോളിനെ പോയെന്ന് തന്നെ വെക്കുന്നു. വരാനിരിക്കുന്ന ബോളുകളെ വളരെ നന്നാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. ഇസ്ഹാക്ക് ഫോർ പിക്ക് ബാക്ക്. Here 22 for 1. Another chance.
ഒന്ന് ഉയർന്നു പൊങ്ങിയെങ്കിൽ ഒരു നേരിയ പ്രതീക്ഷയായിരുന്നു. ഫോമിലേക്ക് ഉയർന്നാൽ ഏത് ബോളർക്ക് മുന്നിലേക്കും തലയുയർത്തി തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന രണ്ട് താരങ്ങൾ ഈ ഒരു അവസരത്തിൽ ഒരു കോംബോ സൃഷ്ടിക്കുന്നു. വിനോയ് ആൻഡ് യാസർ. Yasser Papi comes to the strike again. 23 on the way. Yasser Papi. പൂർവാധികം ശക്തിയോടെ മത്സരത്തിനെ സെമി ഫൈനലിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പിക് ബാക്ക് ഒരൽപ്പം പോലും ബാക്കോട്ട് നീങ്ങാതെയും തുടരാം. ലാസ്റ്റ് 2 balls left. Wonderful shot. Six. എന്തൊരു നേർരേഖയാണ് കാണപ്പെട്ടത്. സ്ട്രൈറ്റിലേക്ക് ഒരു വിനോയ് കൃഷ്ണന്റെ പവർ ഷോട്ട്. അതിലേറെ ജമ്പ് ചെയ്ത് ഇടങ്കൈകൾ കൊണ്ട് 3 വിരലുകൾ കൊണ്ട് ടെന്നീസ് ബോളിനെ 6 ബോളിനെ കൈകളിൽ ഒതുക്കിയ R6 എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ച. ഈ റണ്ണികൾ മുഴക്കുമ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ധ്വനികൾ, കൊക്കിന്റെ താളമേളങ്ങൾ എല്ലാം കണ്ട മലപ്പുറത്തിന്റെ മണ്ണ്, വള്ളത്തോളിന്റെ വരികൾ. യെസ്, ക്രിക്കറ്റ് കാണപ്പെടുന്നത് അത്ഭുതങ്ങളുടെ പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന പല താരങ്ങളെയുമാണ്. വിനോയ് കൃഷ്ണൻ ഈ ഒരു അവസരത്തിലേക്ക് പുറത്തേക്ക് R6 ഓർമ്മകളിലേക്ക് എന്നും താലോലിക്കാനാവുന്ന മറ്റൊരു സുന്ദര ക്യാച്ച് കൂടി ഇന്നത്തെ മിറാക്കിൾ കപ്പിൽ കാണപ്പെടുന്നു. ദിയാസ് ലാസ്റ്റ് ബോൾ, തേർഡ് ഇൻ പ്രോഗ്രസ്, 24 for 2. ഷോട്ട് വന്നതിലും വലുത് മാളത്തിലെന്ന് കാണിച്ച് പോയതിലും വലുത് വരാനിരിക്കുന്നു എന്ന് തെളിയിച്ച ഒരു 6 കൂടി 24-നെ 30 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. 2 point. ഷോട്ട് വന്നതിലും വലുത് മാളത്തിലും. No, it's time. Number please. 6 or 4? Yeah, 6 maximum. Yes, get another chance. No free hit ball. Then down the ground it gets a boundary for a 4. 35 runs. ശ്രദ്ധിക്കുക, 2 വശങ്ങളിലുമായി മത്സരത്തിലേക്കുള്ള ഡെക്കൗട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് തീർച്ചയായും ഓരോ മത്സരവും കളിക്കുന്ന ടീമുകൾ ഉപയോഗിക്കണം. ഗ്രൗണ്ടിന്റെ 2 വശങ്ങളിലും ഡെക്കൗട്ട് യൂസ് ചെയ്യേണ്ടത് പ്ലേയേഴ്സ് മാത്രം. തീർച്ചയായും And over number 4, 35 for 2. 3 ഓവറിൽ 35 നേടിയിട്ടുണ്ട് R6. വീണ്ടും ബോളിംഗ് എൻഡിലേക്ക്. യാസർ പാപ്പി ലിയോ സൗദി അറേബ്യയിലായിരുന്നു കുറച്ചു കാലങ്ങൾ. അവിടെയും വിശ്രമമില്ലാത്തൊരു പോരാളിയായി പല ക്ലബ്ബുകൾക്ക് വേണ്ടി മാറി മാറി ജിദ്ദയിൽ നിന്നും റിയാദിലേക്കും R6 തട്ടുന്നു. ഓ മൈ ഗുഡ്നസ്, ഒരു സ്ട്രഗിളിലൂടെ നോ ബോൾ കോൾ വരുന്നതിലേക്കും. യാസർ പപ്പി ഒന്ന് ശ്വാസമെടുത്ത് ഫ്രീ ആയി നിങ്ങൾക്കൊരു ഷോട്ട് കൂടി കളിക്കാം R6-നെതിരെ. ഉസ്മാൻ പട്ടേലിനോടൊപ്പം, ജഗത് സർക്കാരിനോടൊപ്പം, അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളോടൊപ്പം കളിച്ച് പരിചയമുള്ള റമീസ് R6-ന് മുന്നിൽ യാസർ പപ്പി ലിയോ ഒരു ഫ്രീ ഹിറ്റ് എങ്ങനെ കളിക്കുമെന്ന് കാണാം. യാസർ പാപ്പി ലിയോ ഒരു ഹൈ സ്വീപ്പിന് ശ്രമിച്ചു, പക്ഷേ ഫീൽഡേഴ്സ് പാറിപ്പറക്കുന്ന പറവയെ പോലെ ആ ഒരു പന്തിനെ R7 തിരിച്ചേൽപ്പിച്ചു. ഇൻ ബിറ്റ്വീൻ ടേക്സ് എ ക്വിക്ലി സിംഗിൾ 37. സ്പാക്ക് 11 അഥാണിപ്പടി. ഇതുവരെ നമ്മൾ കളിച്ച കളികളല്ല ഇനി മുന്നോട്ട് കളിക്കേണ്ടത്. സോ വി ആർ ഗോയിങ് ടു ദ സെമി ഫൈനൽ.
You should win. Well, in the air, the fielder underneath 1, 4, 3. W the man. ഒരിക്കലും കൈകളിൽ പിഴവ് സംഭവിക്കാത്ത താരത്തിന്റെ കൈകളിൽ തന്നെ ആ പന്ത് വന്ന് പതിക്കുമ്പോൾ യാസർ പപ്പീലിയോ നിങ്ങൾക്ക് ഒരു കണിക പോലും തുറക്കപ്പെടുകയില്ല. Yes, completely finished. 37 for 3 after 3 points. Well, in the air, the fielder needs 1, 4, 3. The next batch, just a flick. വളരെ നന്നായി തന്നെ ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യാൻ ഒരു ഫീൽഡറെ ഒരുക്കിയത് ക്യാപ്റ്റന്റെ തന്ത്രങ്ങൾക്ക് പൂർവാധികം സമർപ്പിക്കുകയാണ് ഫീൽഡർ. റമീസ് R6ന്റെ ബോൾ 3 കഴിയുന്നു. 38 റൺസ്. Then he's trying to use a switch it. ഓരോ പന്തുകളും എല്ലാ ശൈലിയിലും കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ശൈലികളെല്ലാം കണ്ട് പരിശീലിച്ച R6ന് മുന്നിലേക്ക് ആ പന്തുകളുടെ തന്ത്രങ്ങളും മനസ്സിലാക്കുന്നു. ഒരു സിംഗിളിലേക്ക് മാറുന്നു. ഹിയർ സലീൽ 39 റൺസ്. ഫാന്റാസ്റ്റിക് അഗൈൻ. നേരെ തന്നെ അത് മിഡിൽ വിക്കറ്റിന് ലക്ഷ്യമാക്കി പോയ പന്ത്. 5 ബോൾ അവസാനിക്കുന്നു. ഒരു ലെഗ് ബൈ നൽകിയപ്പോൾ 40 റൺസ് സ്കോർ. 4ാം ഓവർ ലാസ്റ്റ് ബോൾ. R6 ലാസ്റ്റ് ബോൾ. അദ്ദേഹത്തിന്റെ സ്പെല്ലും അവസാനിക്കുന്നു. 4 ഓവർ സമാപിച്ചു. 41 റൺസിലേക്ക് സ്പാർക്ക് 11 അത്താണിപ്പടി. ഈ ടൂർണമെന്റിലെ ഏറ്റവും നന്നായി കളിക്കുന്ന പ്ലെയർക്ക്, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർക്ക് ചിക്കെക്സ് RM ടവർ കുട്ടായി റോഡ് മംഗലം നൽകുന്നു ഒരു സ്നേഹ സമ്മാനം. മൈലാഞ്ചി ഹോളിഡേസ് തിരൂർ ഈ ടൂർണമെന്റിലെ ഫസ്റ്റ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നു. 4ാം സ്ഥാനത്തേക്ക് എത്തുന്ന ടീമിന് 4 ലൈഫ് ജിം RM ടവർ കുട്ടായി റോഡ് സ്പോൺസർ ചെയ്യുന്നു. സെക്കൻഡ് ട്രോഫി മിറാക്കിൾ സ്കെച്ച് മംഗലം, മിറാക്കിൾ സ്കെച്ചേഴ്സ് സ്പോൺസർ ചെയ്യുന്നു. നസറു മാച്ച് പുരോഗമിക്കുന്നു. 4 ഓവർ സമാപിക്കുമ്പോൾ 41 റൺസ് നേടിയത്. 2 ഓവറുകൾ പരമാവധി തന്നെ ഉപയോഗിക്കണം. ക്വാർട്ടർ ഫൈനലിനെ ഭംഗിയാക്കി അവസാനിപ്പിച്ച് സെക്കൻഡ് ഇന്നിംഗ്സിൽ അതിന് ബോളർക്ക് കൂടുതൽ വിശ്വാസവും ആത്മവിശ്വാസവും പകരണമെങ്കിൽ we are going to the over number 5 here. Nazru pick up the ball. Yasser Papilio. എന്തുകൊണ്ടോ ഷോട്ടുകൾക്കെല്ലാം ഒരു ഓവർ കാണുന്നില്ല യാസർ പാപ്പിലിയോയിൽ നിന്നും. അതാണ് ഈ പടി 42. Good shot. The ball goes into the range here. Now it's turn of fielder Mawjood. Yeah, another collection. Wicket number 3. 4, wicket number 4 again. വിജയങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവർ വഴിമധ്യ വീണ് പോകുമ്പോൾ പ്രതീക്ഷകളാണ് ചിറകറ്റു വീഴുന്നത്. ഓരോ താരങ്ങളും ഓരോരുത്തരുടെ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് മാച്ച് കളിക്കുന്ന വിന്നേഴ്സ് കോട്ടക്കൽ, മൈത്രി മംഗലം. ക്യാപ്റ്റൻസ് ടോസിനെത്തേണ്ടതാണ്.
Your next batter, Shafi, comes to the attack. Last 4 more to go. Then wonderful entry. Oh, touch it on hand and cross the boundary rope for a maximum. They're really well attempted in the first ball. Done. Wonderful The first ball, entry. Shafi has a better treatment for each delivery. Touch That's it on getting the hand. maximum of 48 runs. 3 more to go. So it's a signal. I will. Yeah, that's a signal from center wide extends. And moving to the last 3 more to go. 49 runs. My 3 friends in the captain ടോസിലെത്തേണ്ടതാണ്. സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കുന്ന മൈ 3 ഫ്രണ്ട്സ് അവരുടെ ക്യാപ്റ്റനെ ടോസിന് അയക്കണമെന്ന് അറിയിക്കുന്നു. ഓ, ചാൻസ് മിസ്. ടീം കവറിലേക്ക് വീണ്ടും ഒരു ബോൾ. ഫൈസൽ കഴിഞ്ഞ പന്തുകൾ കൃത്യമായി തന്നെ അദ്ദേഹം ക്യാച്ചാക്കിയിരുന്നു. പക്ഷേ ഇവിടെയാണ് നിർണായക നിമിഷം. യാസിർ പാപ്പിയിലിയൊക്കെ സ്ട്രൈക്ക് എത്തുന്നു. ഷാഫിയുടെ രണ്ടാം ബോളിലേക്ക് വിക്കറ്റ് ഒരു ലൈഫായി മാറുന്നു. 50 റൺസിലേക്ക് സ്കോർ ലാസ്റ്റ് 2. വൈഡ് ഓഫ് സ്റ്റെപ്പിന്റെ പുറത്തേക്ക് മാക്സിമം ബോൾ എറിഞ്ഞു തീർക്കാൻ ശ്രമിക്കുമ്പോൾ സിഗ്നൽ വൈഡ്. യാസർ പാപ്പി Wow, shot! Yeah, long away this time. All the cover. Yasser Papi Leo. Yes, wide. അഞ്ചാമത്തെ ഓവർ അവസാനിക്കാൻ ഒരു ബോൾ ബാക്കി നിൽക്കെ 58 റൺസ് 59 റൺസ് വൈഡ് സിംഗിൾ. ഓക്കെ, നെക്സ്റ്റ് മാച്ചിന് സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ടോസ് അവസാനിച്ചു. ടീം വിന്നേഴ്സ് ടോസ് വിജയിച്ചു. മൈത്രി ഫ്രണ്ട്സ് മംഗലത്തിന് ബാറ്റിംഗിന് അയക്കുന്നു. That's a clear fair ball. And of the 5 now 18 runs in this over, 59 team total. 5 ഓവറും സമാപിച്ചു. 59 റൺസാണ് സ്കോറിൽ. വിനേഷ് കോട്ടക്കലും മൈത്രി മംഗലവും തമ്മിലുള്ള മത്സരം കഴിഞ്ഞാൽ നെക്സ്റ്റ് മാച്ച് മൂന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരം കേൾട്ടൺ മലപ്പുറം ഷൈനിങ് സ്റ്റാർ പാലത്തിങ്കൽ. ലാസ്റ്റ് ഓവർ ഫഹദ് ഫോർ ലാസ്റ്റ് ഓവർ. Papi shuffle and knock it into the backward square leg.
And good running between the wickets. Couple of runs gathering to team total 61 runs. Score moves to 61 so far for 4. Then Fahad's last 5 more to go. Yes, a little bit cut the ball into the out, and extreme delivery from Fahad. Last 4 more to go. 61 runs still on the way. Yasir, he is making 13 from 10 balls. Oh no, they're half volley. It's time for a single. Then very easily takes a single by runs. 62 last 3 more. 3 ബോളുകൾ ബാക്കി നിൽക്കുന്നു. A sweep pass. That's a Klein's high shot into the backward. Another best finish. Best 6. Shafi, the man, has lost 2 more. The score rising to 68. 2 more to go. A very extreme shot now is the most important time for Spark 11. Then another ball is down the ground into the corner fielder, just a single. And last ball. The innings in the അവസാനം 5ാം over last ball 69 runs. Slower. Change of pace. Yes, good mind and good delivery, good job, and end of the first innings, 70 runs. 71 runs വിജയിക്കാൻ പിക്ക് ബാക്ക് ഹോളിഡേയ്സ് സെക്കൻഡ് ഇന്നിംഗ്സിൽ 71 റൺസ് ചെയ്യാൻ. റൺസാണ് ജയിക്കാൻ. അടുത്ത ക്വാർട്ടർ ഫൈനൽ മാച്ചിന്റെ ടീമുകൾ തയ്യാറാവുക. വിനീസ് കോട്ടക്കൽ, മൈത്രി മംഗലം. കൂടെ ഈ ടൂർണമെന്റിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ സ്പോൺസേഴ്സിനെ നിങ്ങളുടെ ഓർമ്മയിലേക്ക്. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഫീൽഡർക്ക് മെമന്റോ സ്പോൺസർ ചെയ്യുന്നത് സ്പാക്ക് 11 അത്താണിപ്പടി. ബെസ്റ്റ് വിക്കറ്റ് കീപ്പർക്കുള്ള മെമന്റോ സ്പോൺസർ ചെയ്യുന്നത് എവർട്ടൺ പുറത്തൂർ. ടൂർണമെന്റിൽ നിരവധി സെക്ഷനിലുള്ള അവാർഡുകൾ സ്പോൺസർ ചെയ്ത ഒരു സ്ഥാപനമാണ് ഫോർ ലൈഫ് ജിം. ബെസ്റ്റ് ബൗളർ ഓഫ് ദ ടൂർണമെന്റിന് ഫോർ ലൈഫ് ജിം ആണ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത്. ഈ ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയർക്ക് ഒരു മെമന്റോയുണ്ട്. അത് RCA രംഗത്തൂരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ സിക്സർ അടിക്കുന്ന താരത്തിന് ഓസ്കാർ ത്രിത്തല്ലൂർ ഒരു മെമന്റോ സ്പോൺസർ ചെയ്യുന്നു. കോർണർ വെജിറ്റബിൾസ് മംഗലം ഈ ടൂർണമെന്റിൽ കൂടുതൽ 50 അടിക്കുന്ന അർദ്ധശതകം പൂർത്തീകരിക്കുന്ന താരത്തിന് ഒരു മെമന്റോ സ്പോൺസർ ചെയ്യുന്നു. മോസ്റ്റ് 4 നേടുന്ന ടീമിനുള്ള താരത്തിനുള്ള ട്രോഫി സ്പോൺസർ ബൈ മോട്ടോ ഹബ് ഓൾഡ് പോസ്റ്റ് ഓഫീസ് മംഗലം. മോസ്റ്റ് റൺസ് കൂടുതൽ റൺസ് എടുക്കുന്ന താരത്തിന് സ്റ്റാർ ഫാൻസി ഗൾഫ് ബസാർ തിരൂർ ഒരു മെമന്റോ സ്പോൺസർ ചെയ്യുന്നു.
ഫൈനൽ ഗെയിം ചേഞ്ചർക്കും ഫൈനൽ ബെസ്റ്റ് പെർഫോമർക്കും ഉമ്മാന്റെ വീട് ആലിങ്ങൽ എന്ന സ്ഥാപനം മെമന്റോ സ്പോൺസർ ചെയ്യുന്നു. 24 ബേക്കറി മംഗലം ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചിനുള്ള അവാർഡ് സ്പോൺസർ ചെയ്തു. റോയൽ സ്ട്രൈക്കേഴ്സ് തിരുനാവായ ബെസ്റ്റ് മാനേജർക്ക് ട്രോഫി നൽകുമ്പോൾ കൊയർ റിട്രീറ്റ് മോസ്റ്റ് വിക്കറ്റിനുള്ള ഒരു മെമന്റോ സ്പോൺസർ. ഏറ്റവും നല്ല പ്ലെയർ മോസ്റ്റ് വാല്യുബിൾ MVP-ക്ക് ചിക്കെക്സ് RM ടവർ കൂട്ടായി റോഡ് മംഗലം സ്പോൺസർ ചെയ്യുന്നു. ഓക്സി ജിം താലൂക്കര ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ടൂർണമെന്റിൽ പെർഫോം ചെയ്യുന്നതിനുള്ള താരത്തിന് ഓക്സി ജിം താലൂക്കര സ്പോൺസർ. ഫസ്റ്റ് ട്രോഫി വിന്നേഴ്സിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് മൈലാഞ്ചി ഹോളിഡേസ് തിരൂരാലത്തിയൂർ. ഫോർ ലൈഫ് ജിം ഫോർത്ത് ട്രോഫി 4ാം സ്ഥാനത്തേക്കുള്ള ട്രോഫിയും സ്പോൺസർ ചെയ്യുമ്പോൾ മിറാക്കിൾ സ്കെച്ചേഴ്സ് മംഗലം സെക്കൻഡ് ട്രോഫി റണ്ണേഴ്സിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്യുന്നു. അതുപോലെ തന്നെ AJ റോയൽ ബുള്ളറ്റ് സർവീസ് ആൻഡ് സ്പെയർസ് ആലിങ്ങൽ തേർഡ് ട്രോഫി 3ാം സ്ഥാനത്തേക്കുള്ള ട്രോഫി. ഏറ്റവും നല്ല ബാറ്റർക്ക് ഐറ കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് മംഗലം സ്പോൺസർ ചെയ്യുന്നു. Are going to the second innings. 71 target R6 came to the strike and Bablu along with he. R6 4-6. The clear start, the crystal star, the big star for the team Pickpack Holidays. Yes, we are at the score moves to 7. First over is progress on our first ball. Pablo. Oh, wicket! Winner Krishnan. He started the first wicket gone this time. Spack. Oh my goodness. Opener is break here. Now it's the first wicket gone. Pablo is gone. Pickpack Holidays in the ഹൃദയത്തിൽ തന്നെ തട്ടി തുടങ്ങിയിരിക്കുന്ന ആദ്യത്തെ വിക്കറ്റ്. 71 വിജയിക്കാൻ വേണ്ട മത്സരത്തിന് 6 തുടങ്ങാൻ സാധിച്ച R6നോടൊപ്പം ചേർന്ന താരത്തിനെ സഹതാരത്തിന്റെ പുറത്തേക്ക് അയക്കുന്നു. ഇനി 63 റൺസ് 33 ബോളിൽ. Yes, moving to the next one down batter, please speed up. Lamin Salam. ടീമിനെ സലാമത്താകാൻ ഒരു അല്ലമീൻ ആവശ്യമാണ്. അല്ലമീൻ സലാം. 63 റൺസ് 33 ബോളിൽ സെമി ഫൈനലിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ നിൽക്കുന്നു. ये मैदान में हमारा मैच देखने के लिए हिंदी लोग बढ़ता है, उसके लिए मैं कोशिश करूंगा. अभी 8 रन 1 विकेट नुकसान पर पिकपैक बल्लेबाजी पर या 1 रन चुका. अभी 9 रन बनाया. दो बॉल बाकी था पहला ओवर में बल्लेबाजी के द्वारा. अभी रमीज R6 बहुत मशहूर है भारत में, बहुत मशहूर में अलग अलग मैदान में वो खेलता है. अभी या उसका हिम्मत अभी सिग्नल फर्म
center. It's 10 for 1. It's a Pick Pack Holidays. Oh, nice delivery. That's a leg before wickets. There's a racing delivery. Shalil, it's end of the first over. 10 plus 1 and now 11 runs. Yeah. Now Vinesh Kotakal and Maitri Mangalam second quarter final മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ബൈലാഞ്ചി ഹോളിഡേയ്സ് മിറാക്കിൾ ക്രിക്കറ്റ് ലീഗ് സീസൺ 1 ആദ്യ സീസണിന് അതിഗംഭീരമായ സ്വീകരണം നൽകിയ നല്ലവരായ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഗ്രാവിറ്റി സ്ട്രീമിംഗിലൂടെ മത്സരം വീക്ഷിക്കുന്ന ഓൺലൈനിലൂടെ മത്സരങ്ങൾ ലോകമെമ്പാടുമുള്ള താരങ്ങൾ ക്രിക്കറ്റ് സ്നേഹികൾ ഈ ഒരു മത്സരം വീക്ഷിക്കുന്നു. അവർക്കെല്ലാം ഒരുപാട് സ്നേഹത്തിൻ്റെ സ്വാഗതം അറിയിക്കുകയാണ്. Now it's done a very fast delivery, but it was wide. പരമാവധി വേഗതയിൽ പന്തറിയാൻ അർജുൻ കൃഷ്ണൻ ശ്രമിക്കുമ്പോൾ ആദ്യ ബോൾ ട്രാക്ക് തെറ്റുന്നു. ഒരു വൈഡ് സിഗ്നലിലേക്ക് 11 തുടങ്ങിയത് 12 മാറുന്നു. നെക്സ്റ്റ് ബോൾ വീണ്ടും ഓഫ് സ്റ്റമ്പിന് പുറത്തേക്കുള്ള പരീക്ഷണം. അവിടെ പോയിന്റിലേക്ക് ഒരു സിംഗിൾ. R6 സ്ട്രൈക്കിലേക്ക് എത്തിക്കുന്നു. വലിയ താരങ്ങൾ പങ്കെടുത്ത 3 ദിവസത്തിലെ 3ാം ദിവസത്തിലേക്ക് R6 അപരാജിതനായി തുടരാൻ സാധിക്കുമ്പോൾ R6 ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഒരു ബോൾ ഡീപ് മിഡ് വിക്കറ്റിലേക്കും ഒരു സിംഗിൾ. പതിയെ നീങ്ങുന്നു. 28-ൽ 57 ലക്ഷ്യത്തിലേക്ക് ഇനി സ്കോർ വേണം പിക്ക് ബാക്ക് ഹോളിഡേയ്സിന്. അർജുൻ കൃഷ്ണൻ ലമീൻ സലാം. മാച്ചുകൾ നീങ്ങുന്ന ദിശ ഇതുവരെ ഏത് ടീമിലേക്കെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് പിക്ക് ബാക്ക് ഹോളിഡേയ്സ് കൂടെ തന്നെ സ്പാക്ക് 11 അത്താണിപ്പടി 50-50 ചാൻസിൽ ഇപ്പോഴും മത്സരം നീങ്ങുന്നു. 15 റൺസ് നേടിയ ടീം R6. സൂപ്പർ വാനസ്റ്റാൻഡ്. ചെറിയ വ്യത്യാസത്തിൽ പന്ത് വിക്കറ്റിലേക്ക് കടന്നു കയറി പിഴുതെടുക്കാമെന്ന് കരുതിയ പന്തായിരുന്നു. പക്ഷേ ഏതോ ഒരു ഭാഗ്യം ഒരു തുണയായി R6 രക്ഷപ്പെടുത്തുന്നു. പിക്ക് ബാക്ക് ഹോളിഡേയ്സിന്റെ നട്ടെല്ലിനേക്കുന്ന ഒരു ക്ഷതം. 16 റൺസിലേക്ക് ലാസ്റ്റ് 2. Al-Amin, using a sensational innings. എന്തുകൊണ്ടോ അരുൺ കൃഷ്ണനെ ഒന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിംഗിളിലൂടെ തന്നെ 5 പന്തുകൾ ലാസ്റ്റ് ബോളിലേക്ക് എത്തുന്നു. 17 റൺസാണ് ലാസ്റ്റ് ബോൾ. R6 ബിഗ് ബാഗ് നീഡ് ബിഗ് 6 ഫ്രം R6. He's trying for a huge, but it's misses the fielder. Excellent effort from long on, but a single and end of the over number 2. 18 റൺസിൽ 2 ഓവർ. പ്രതീക്ഷയുടെ കിരണങ്ങൾ ആകാശങ്ങളിൽ സൂര്യ കിരണങ്ങളോടൊപ്പം ചേർന്ന് ഈ ഒരു മത്സരത്തിന് വിജയ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന 2 ടീമുകൾ.
ആദ്യ സെമി ഫൈനലിസ്റ്റ് എന്ന ഖ്യാതി നേടാൻ മിറാക്കിൾ ക്രിക്കറ്റ് ലീഗിലെ ചരിത്രം എഴുതാൻ ആദ്യത്തെ സെമി ഫൈനലിസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന രണ്ട് ടീമുകൾ, ഒന്ന് സ്പാക്ക് 11ഉം മറ്റൊന്ന് പിക്ക് ബാക്ക് ഹോളിഡേയ്സും. നെക്സ്റ്റ് ബൗളർ സൈഫു പൊന്നാനി. രണ്ട് കിടിലൻ താരങ്ങളാണ് ഈ ഒരു മത്സരത്തിന്, ഒന്ന് പൊന്നാനി മറ്റൊന്ന് പരപ്പനങ്ങാടി. Yes, excellent start for Spark 11. പൊന്നാനി പരപ്പനങ്ങാടി പ്രതീക്ഷകളുമായി മാസപ്പിറവിക്ക് കാത്തിരിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ്, ഒന്ന് പൊന്നാനി മറ്റൊന്ന് പരപ്പനങ്ങാടി. യെസ്, ബോൾ നമ്പർ 2 leading പൊന്നാനി. പൊന്നാനി രണ്ട് പന്തുകൾ R6 മുന്നിൽ. 2.2 18 runs. Yes, excellent flow. രണ്ട് പന്തുകൾ അതിവിദഗ്ധമായി തന്റെ എറിഞ്ഞു തീർത്ത പൊന്നാനി. സൈഫു പൊന്നാനി മൂന്നാമത്തെ ബോൾ. അല്ലമീൻ സലാമിന് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു സിംഗിളിലേക്ക് സ്ട്രൈക്ക് മാറുന്നു. വിജയങ്ങളാണ് രണ്ട് സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത്. 21 ബോളിൽ ഇനി 52 റൺസ് വേണം ബാറ്റിംഗ് ടീമിനെ പിക്ക് ബാക്ക് ഹോളിഡേയ്സിന് ജയിക്കാൻ. 21 52 to target. നോ, വളരെ നല്ലൊരു അവസരം. ഫുൾ ലെങ്തിൽ വന്നു, നോ ബോൾ ബോൾ ആകുന്നു. പക്ഷേ സിക്സർ ഉറപ്പിച്ച പന്തിന് ഒരു ബൈ 4 ലഭിക്കുന്നു. 5 റൺസ് അഡീഷണലി. കാൽ ചുവട് പിഴക്കുന്നു. ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പറിന് പിറകിലൂടെ അത് ബൗണ്ടറി എന്ന ഫീൽഡിംഗ് പിഴവിലൂടെ 4 റൺസും എക്സ്ട്രാസും അടക്കം 5 റൺസ് സ്കോറിലേക്ക് അത് 24 റൺസിലേക്ക് എത്തുന്നു ടീമിന്. പിക്ക് ബാക്ക് ഹോളിഡേയ്സ് ഇപ്പം ഒരൽപ്പം മുന്നോട്ട് കയറാം, 1 ഇഞ്ച് മുന്നോട്ട്. 21 ബോളിൽ 47. ഇനി എറിഞ്ഞ 3 പന്തുകൾ വളരെ ഗംഭീരമായിരുന്നെങ്കിൽ ശേഷം വന്നത് ഒരൽപ്പം പിഴവ് അതിന് വലിയ സമ്മാനം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഫ്രീ ഹിറ്റാണ്. അല്ലമീൻ സലാം Al-Amin Salam. Directing into the Yasser Pipi. Into the extra cover. Gets a single. Ramis again to strike. 2 more. Last 2 more to go. മൂന്നാം ഓവറിൽ 2 ബോളുകൾ ബാക്കി. 25-1. R6 സലാമിന് സാധിക്കാത്തത്. R6 പൂർത്തീകരിക്കുന്നത് സ്ട്രൈറ്റ് ലോഫ്റ്റിലേക്ക്. It's last ball, 41 runs. Pick back holidays leading by bats. പൊന്നാനിയും പരപ്പനങ്ങാടിയും ഒരുമിച്ച് വന്നപ്പോൾ പൊന്നാനിക്ക് ആദ്യ ലീഡെങ്കിൽ പരപ്പനങ്ങാടി പിന്നീട് ലീഡ് ചെയ്യുന്നു. سلام مباشرة في هذه المباشرة 6 بعدين مرتين 6 أو بعد 6 يعني أقول في الوقت الأربية 37 الحين له نتيجة 34 من الفوز. يحتاج إلى الفوز من 3 أوفرات. والله ما أعجبني هذا. 37 റൺസാണ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സ്കോർ ബോർഡിലേക്ക് എത്തിയിട്ടുള്ളത്. 3 ഓവർ സമാപിച്ചപ്പോൾ ഇനി 34 റൺസ്. 34 रन चाहिए बल्लेबाज को जीत के लिए. 3 ओवर बाकी था. ನಾವು ಸ್ವಲ್ಪ ಕನ್ನಡ ಹೊಲಿದೇರು. 34 ಬ್ಯಾಟಿಂಗ್ ಕಂಡಿಡ ಮಾಡಿದ. 34 ಬೇಕು. 18 ಎಸ್ಸಿಗಳೇಲು.
ഇത് രോചക ഫലിതാംശ വന്നു. ചില്ലിയാലു കാത്തിരുന്നത് കായ്ത്തിരുവ കിരീടാഭിമാനികൾക്കു ഹൃത്പൂർവക സ്വാഗത മിറാക്കിൾ ക്രിക്കറ്റ് ലീഗ്. Yeah, this time 37 on the board. 18 balls remaining. 3 overs. Arun Krishnan against Fimahal Rami. And here, Kent Havame. Thin fielder, no shoot. ഒന്നും സംഭവിക്കാതെ വീണ് പോയിരിക്കുന്നു. അല്ലമീൻ സലാമത്താകുന്നു. ഒരവസരം കൂടി അല്ലമീൻ R6 സ്ട്രൈക്കിലേക്ക്. പിക്ക് ബാക്ക് ഹോളിഡേസ് 38 റൺസിന് 33 റൺസ് 17 ബോളിൽ നിന്ന്. യെസ്, R6. Yeah, this time R6 on strike. Whenever he comes to the strike, that's a danger. If he stand until 5 over, he will most danger. Shots, lots of आपका शॉट. मैदान का ऊपर, मैदान का बाहर. शाहिद वापस नहीं आएगा, सिर्फ वापस नहीं आएगा. 44 റൺസ്. ഇതിഹാസങ്ങളുടെ പിറവി ഇങ്ങനെയാണ്. പ്രതിസന്ധികളിലാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും ഉണ്ടാവുക. R6 തെളിയിക്കുന്നു. 16 ബോളിൽ 27. Inside it's chance for catch. Now it's miss. Drop by wicket keeper. Yeah, another single. 45. 26 റൺസ് 15 ബോളിൽ. ഓരോ സ്റ്റേഷനും കടന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ടീം പിക്ക് പാക്ക് ഹോളിഡേസ്. ഓഫ് സ്റ്റംപിന് പുറത്ത് ഒരു വൈഡ് സിഗ്നൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോ, ഇറ്റ്സ് എ ക്ലിയർ ഫെയർ ഡെലിവറി. ബൈറണ്ണാണ്. 3-ാം ദിവസവും ഫോക്കസ് കേരളയുടെ എംപയേഴ്സ് ഈ ടൂർണമെന്റിനെ നിയന്ത്രിക്കുന്നത് വളരെ കൃത്യമായി തന്നെയാണ്. നിഷ്പക്ഷതയും കൃത്യതയും കാഴ്ചയുടെ കൂർമ്മതയും നേത്രപടങ്ങളുടെ എല്ലാ മേഖലകളും ഒരുപോലെ തന്നെ കുറിപ്പിച്ചു വെച്ച ഫോക്കസ് കേരള. Ramesh 6 on strike now, 46 runs. Yes, off stump. Offside. Fielder now to bucket. Pia. No message from fielder. Extra cover fielder. എന്താവശ്യം വന്നു അത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഈ സമയം. ഒരു വിക്കറ്റിന്റെ നേട്ടമാണ് ആവശ്യമെങ്കിൽ അത് നേടിയെടുക്കുന്നു. പക്ഷേ ഇവിടെയൊന്നും തീരുന്നില്ല മത്സരം. 3.5 46 നേടിയിട്ടുണ്ടെങ്കിൽ 13 ബോളിൽ 25 നേടണമെങ്കിൽ മത്സരം ഇത്രയും കഠോരമായി മാറണമെങ്കിൽ R6 പുറത്തയച്ചതിൽ കൂടുതൽ സന്തോഷം ഒരുപക്ഷെ കപ്പടിച്ചാൽ പോലും കിട്ടില്ല. കളിയുടെ ആകെ നിലവാരം തന്നെ മാറുകയാണ്. വിജയം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലമീനും R6 ചേർന്നപ്പോൾ മിറാക്കിൾ കപ്പിന്റെ ആചാര്യൻ കുടചൂടി മത്സരം കാണുന്നു. ഇനി 13 ബോളിൽ 25 ജയിക്കാൻ. Yes, the next batter, Nazaru. अभी नजरू आया. शोर मत करो, शेर आया. अभी उसका खेल का इंतजार करेगा हम. नजरू 13 बॉलिल 25 रन विजयान. 25 रन जीत के लिए चाहिए. 13 बॉल बाकी था. कौन जीतेगा? Full toss. Full length delivery into the corner. Just a single now and of over number 4. And last 2 overs left. 24 required.
12 ബോളിൽ 24 റൺസ്. 4 സിക്സറാണ് ബാറ്റിംഗ് ടീമിന്റെ ലക്ഷ്യമെങ്കിൽ 12 ബോളുകളാണ് ബോളിംഗ് സൈഡിന്റെ ആവേശം. വളരെ നിർണായകം, വളരെ ക്രൂഷ്യൽ. ഏതൊരു ക്യാപ്റ്റന് പോലും ഒന്ന് നെഞ്ചെടുപ്പ് കൂടും, ആരെ പന്തേൽപ്പിക്കണം. പക്ഷേ വിശ്വസ്തതയ്ക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കാത്ത, പ്രതിസന്ധികൾക്ക് തരണം ചെയ്യാൻ കഴിവുള്ള മലപ്പുറത്തിന്റെ മറ്റൊരവതാര പിറവിയെ പന്തേൽപ്പിക്കുന്നു യാസർ പപ്പി ലിയോ. Yes, the audience are buzzing. Now we stand the most pressure situation. Tremendous pressure in both sides. Yeah, tension palpable here. Yasser Papi Leo pick up the ball for 5th over. Now we force full toss. Yeah, it's wide extras and single. 22 required. Pick back holidays. 22 required, 12 balls. Papi Leo. Yeah, of course. Who will do? Oh, second wide, back-to-back extras. And again, tension. വിജയ സാധ്യതകൾ ഒരുപക്ഷേ തിരുനാവായയുടെ അതിർവരമ്പിലെ ഭാരതപ്പുഴയിലൂടെ ഒഴുകിപ്പോകും. 12 ബോളിന് ജയിക്കാൻ 21 റൺസ്. 50 എത്തിയ ടീം പിക്ക് ബാക്ക് ഹോളിഡേയ്സ്. പന്തുയർന്ന് താഴ്ന്നത് സിംഗിളിലോ ഡബിളിലേക്ക് കലാശിക്കാൻ സാധിക്കുന്നു. അതിനിടയിൽ ഒരു മിസ്റ്റേക്ക്. എന്ത് വില കൊടുത്തും ഇത് നേടിയെടുക്കും. കാരണം ഇത് മിറാക്കിളിന്റെ ആദ്യ സീസണിന്റെ കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. 4 തുള്ളി വിയർപ്പിന് 400 തുള്ളി ചോര നൽകാൻ ടീം തയ്യാറാകുന്നു. 11 ബോളിൽ ഇനി 19 റൺസ്. ക്യാരെ ബോൾ മേ 19 റൺ. കൃഷ്ണൻ ശാന്തമായി ഒരു വിക്കറ്റിനപ്പുറം ഒരു ബോൾ മിസ്സാകുന്നതിൽ സന്തോഷം കൊള്ളേണ്ടി വരുന്ന ഈ സമയത്ത് പിക്ക് ബാക്ക് ഹോളിഡേയ്സിന് വീണ്ടും ഹൃദയത്തിന്റെ മിടിപ്പുകൾ വെൻട്രിക്കിളിൽ നിന്നും അത് മാറി ധമനികളിലൂടെ ചോരത്തിളപ്പിലേക്ക് മാറുന്നു. 10 ബോളിൽ 19 റൺസ് വിജയിക്കാൻ 4.2 52 3 നേടി നിൽക്കുന്ന ടീമിന് മുന്നിലേക്കാണ് യാസർ പപ്പേലിയുടെ ഒരു പിറവി. Yeah, 10 balls 19 required to win. 10 ബോളിലാണ് 19 റൺസ് വിജയ സാധ്യതയെങ്കിൽ 50-50 ചാൻസിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പൊട്ടിപ്പാറുന്നു. വീണ്ടും ഒരു ബോൾ മിസ്സാകുന്നു. 9 ബോളിൽ 19 റൺസിലേക്ക് യാസർ പാപ്പി ലിയോ. ആദ്യ 2 വൈഡുകൾ ശേഷം ഒരു 2 റൺസ്, ഒരു വിക്കറ്റ്, ഒരു ഡോട്ട് ബോൾ. യാസർ പാപ്പി 3 ബോളുകൾ ബാക്കി നിൽക്കുന്നു. ഇസ്ഹാഖ് ഗ്രീസിൽ another shot but it's missing. Now no fielder there. വീണ്ടും റൺസ് കൂടാൻ ശ്രമിക്കുന്നു. 1-2 ആക്കുന്നതിനിടയിൽ ഒരു വിക്കറ്റും വീണു പോകുമ്പോൾ അവസാന നിമിഷം 2 ശ്രമിച്ചത് പോയ വിക്കറ്റും പോയി, ഇസാഖും പുറത്തേക്ക് പോയി. പിക്ക് ബാക്ക് ഹോളിഡേയ്സ് 8 ബോളുകൾ 18 റൺസ് വിജയിക്കാൻ ഒരുപക്ഷെ ഒരൊറ്റ 6 കൊണ്ട് തന്നെ ഈ ഒരു മാച്ചിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്. പിക്ക് ബാക്ക് ഹോളിഡേയ്സിന് ഈ മത്സരം വളരെ വളരെ ശക്തമായ രീതിയിലേക്കാണ്. ഒരു ടീമിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ
പുറത്തുനിന്ന് കരുതി പോസ്റ്റ്മോർട്ടത്തിന് വിട്ട താരങ്ങൾക്ക് പോലും ശ്വാസം വന്ന് ഓക്സിജൻ വന്ന് വീണ്ടും ടീമിലേക്ക് വന്നതാണ്. ഇവിടെ 8 ബോളിൽ 18 റൺസ്. കൈവിടാതെ തുടരാൻ ബാറ്റിംഗ് താരങ്ങളിലേക്ക് റോഷിത് എത്തുന്നു. നിർണായക നിമിഷത്തിന് പാപ്പി ലിയോ. Yes, excellent delivery again. Yasser Papi Leo. What a dedication. What a determination. Wonderful bowling. It's the last ball. 17 required. അവസരത്തിന് ഉയർന്ന 5 അടി 5 ഇഞ്ചുകാരന്റെ മുഞ്ചുള്ള 5 പന്തുകൾ അവസാനിക്കുന്നു. 7 ബോളിൽ 17 റൺസിന് വിജയിക്കാൻ. It's the last ball of a 5th over. That's a moment. That's the best moment. It's the loud appeal for fire delivery, but signal from member, it was wide. It was wide. Waiting for a last ball. 7 balls, 16 to win. അവസാനത്തെ ഒരു ബോൾ കൂടി ബാക്കി നിൽക്കുകയാണ് യാസർ പാപ്പി ലിയോക്ക്. 17 റൺസ് വിജയിക്കാൻ, 16 റൺസ് വിജയിക്കാൻ വൈഡടക്കം ലാസ്റ്റ് ബോൾ. അവസാനത്തെ ഒരൊറ്റ ബോൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അസർ സ്ട്രൈക്കിൽ നിൽക്കുന്ന മത്സരം അവസാന നിമിഷത്തിൽ യാസർ പാപ്പി ലിയോ. That is Yasser Papi Leo. ഏറ്റവും ആവേശ നിമിഷത്തിൽ വേടന്റെ വരികൾ പറയുകയാണെങ്കിൽ വില്ലുകൊണ്ട് പാഞ്ഞു പോകുമ്പോൾ എന്റെ തലപ്പാവിനെന്ത് തിളക്കം. യാസർ പാപ്പി ലിയോ തിരിച്ചു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തലപ്പാവിനെന്ത് തിളക്കം. 8 റൺസ് മാത്രം വിട്ടു നൽകിക്കൊണ്ട് 5-ാം ഓവർ അവസാനിപ്പിക്കുകയാണ്. ബിറാക്കിൾ ക്രിക്കറ്റ് ലീഗിലേക്ക് ആവേശ പോരാട്ടത്തിന്റെ അവസാനത്തെ ഓവറിലേക്ക് 6 ബോളിൽ 16 റൺസ്. ആരും ജയിക്കാം, ആരും തോൽക്കാം ഈ ഒരു മാച്ചിനെ. It's the last over, second innings. Yeah, we are going to the last over. Here Saji Alatior. കേരളത്തിന് എണ്ണം പറഞ്ഞ ഓൾറൗണ്ടിൽ 1 സജി ആലത്തിയോർ pick up the ball. റഷീദ് എത്ര എണ്ണം പറഞ്ഞാലും കണ്ണു നിറയുന്ന ഷോട്ടുമായി തന്നെ തുടങ്ങാം ഈ അവസരത്തിൽ. റഷീദ് rocking star rising here. 5 balls, 10 required. 5 ബോളിൽ 10 റൺസ്. 5 ബോളിൽ 10 റൺസ്. മാച്ച് ലാസ്റ്റ് പൊസിഷനിൽ 5 ബോളുകൾ 10 റൺസ് വിജയിക്കാൻ. Down. But it's the ball goes into the deep square leg fielder. 4 ബോളിൽ 9 റൺസ്. മത്സരത്തിന് ഒരു ഫൈനലിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ സാധിക്കുന്നു പിക് മാക് ഹോളിഡേയ്സ്. സ്പാക്ക് 11 താണിപ്പാടി. മത്സരം അവസാന നിമിഷങ്ങളിൽ സച്ചി ആലത്തി ഉയർത്തുന്നു. ആദ്യ ബോളിൽ 6, രണ്ടാമത്തെ ബോളിൽ സിംഗിൾ, മൂന്നാമത്തെ ബോളിൽ വിക്കറ്റ്. ഒപ്പത്തിനൊപ്പം തന്നെ ഈ ഒരു മാച്ച് പോവുകയാണ്. ഒരു തരി പോലും പിറകോട്ടില്ലാത്ത 3 ബോളുകൾ അവസാനിച്ച് 9 റൺസ് വിജയിക്കാൻ. ലെഫ്റ്റ് ഹാൻഡർ മൻസൂർ. മൂന്ന് ബോളിൽ 9 റൺസ്. ശ്വാസമടക്കി മത്സരം വീക്ഷിക്കുന്നു. ചെറിയ ചലനങ്ങൾ പോലും വിജയത്തെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ യാസർ പാപ്പി ലോങ് ഓണിലേക്ക് വരുന്നൊരു സിംഗിൾ നേടുന്നു. 2 ബോളിൽ 8 റൺസ്.
നിർബന്ധമായും ഒരു അതിർവരമ്പുകൾ കടക്കുന്ന പന്തുകൾ പിറക്കണം. ഈ ഒരു അവസരത്തിൽ ബാറ്റിംഗ് സൈഡിൽ റോഷിദ് സിക്സർ അടിച്ച് സിംഗിൾ എടുത്ത് മാറിയ റോഷിദ് സാക്ഷി അലത്തിയൂരിന് തന്നെ വീണ്ടും ആകാശം തൊട്ട് താഴെ വീഴുന്നു. 6 റൺസ് സ്കോറിലേക്ക് പിക് ബാക്ക് ഹോളിഡേസിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുന്ന അവസാനത്തെ ഒരൊറ്റ പന്ത്. ഒരു സിംഗിൾ കൊണ്ട് സമനില പിടിക്കാം, 2 റൺസ് കൊണ്ട് വിജയം പിടിക്കാം, വിജയം കൊണ്ട് സെമി ഫൈനൽ പിടിക്കാം, സെമി ഫൈനലിലെ വിജയം കൊണ്ട് മിറാക്കിൾ കപ്പ് സ്വന്തമാക്കാം. 69 നിൽക്കുന്ന പിക് ബാക്ക് ഹോളിഡേസ് ഒരു സ്പാർക്ക് കൊണ്ട് വിജയത്തെ തിരിച്ചു പിടിക്കാൻ സ്പാക്ക് 11 അഥാണിപ്പാടി. സിംഗിൾ റൺസ് നേടി സമനില പിടിക്കുന്ന മാച്ച്. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാഴ്ച മിറാക്കിൾ ക്രിക്കറ്റ് ലീഗിൽ സംഭവിച്ചിരിക്കുന്നു. പിക് ബാക്ക് ഹോളിഡേസ് സ്പാക്ക് 11 അഥാണിപ്പടി മാച്ച് സമനിലയിൽ. ഓക്കെ, സൂപ്പർ ഓവറിലേക്ക് പരമാവധി സ്പീഡാക്കേണ്ടതാണ്. ഫീൽഡേഴ്സ് അവരുടെ പൊസിഷനിൽ തന്നെ. സൂപ്പർ ഓവർ.